ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ അണിഞ്ഞൊരുങ്ങി ഞങ്ങൾ എങ്ങോട്ടാണ് പോയതെന്ന് പറയാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. കുറച്ച് തിരക്കായി പോയതുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി വീഡിയോ. അപ്പോൾ ഞങ്ങൾ ആസ് യൂഷ്വൽ ഫുഡ് മുഖ്യമാണല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അപ്പം ഞാനും ഏട്ടനും ശിവവും ഉള്ളൂ. ഞങ്ങൾ 3 പേരും കൂടി പോകാൻ വിചാരിച്ചു. ഈ കാണുന്നത് ഇവിടുത്തെ ഐക്യ പോലത്തെ ഒരു സ്റ്റോറാണ് കേട്ടോ. അഭയാത്ത് വന്നിട്ട് നല്ല നല്ല ഫേർണിച്ചേഴ്സും നല്ല സെറ്റിങ്സൊക്കെ റെഡിയാക്കി വെക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പാട്ടൊക്കെ കേട്ട് കുറച്ചൊരു പോകാനുള്ള ദൂരത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. നിങ്ങൾ തമിഴ്നാട്ടിൽ ഇതിൽ കണ്ടിട്ടുണ്ടാവും, അതായത് പാരഗൺ റെസ്റ്റോറൻറ്റ്. നമ്മളെ കോഴിക്കോടുള്ള പാരഗണൊന്നും അല്ല കേട്ടോ, ഇവിടുത്തെ ഒരു പാരഗൺ റെസ്റ്റോറൻറ്റ്. പക്ഷേ കോഴിക്കോടുകാർ തന്നെ നടത്തുന്ന ഒരു പാരഗൺ റെസ്റ്റോറൻറ്റാണ്. അപ്പം അത്യാവശ്യം നമ്മളെ നാടൻ ഫുഡില്ലേ, അങ്ങനത്തെ ഒരു ഫുഡാണ്. അപ്പം ശിവട്ട 2 ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കും കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നില്ലേ, നമ്മൾ മഴയത്തൊരു ദിവസം എന്താണ് PF ചാൻസിൽ പോയിട്ട് ചൈനീസ് കൈൻഡ് ഓഫ് ഫുഡ് കഴിച്ചാണ്. അപ്പോൾ അവൻ 2 ടൈപ്പ് ഓഫ് ഫുഡ് അവന് യൂസ്ഡ് ആണ്. അപ്പോൾ 2ഉം കഴിക്കാറുണ്ട്. എനിക്കും ഏട്ടനും കുറച്ചും കൂടി ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഒരു നമ്മുടെ നാടൻ സ്റ്റൈൽ ഓഫ് ഫുഡ്. അങ്ങനെയാണ് ഞങ്ങളൊരു കംഫർട്ട് ഫുഡ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ബിരിയാണിയോ ഗീ റൈസോ പൊറോട്ടയോ ചോറോ കറിയോ ചമ്മന്തി, അങ്ങനത്തെ നമ്മുടെ ഒരു കേരള സ്റ്റൈൽ ടേസ്റ്റ് ഇല്ല, അതാണ് ഞങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന ബോബൻ. അപ്പോൾ പുള്ളിയാണ് ഏട്ടൻ ആദ്യമായിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത് ബത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് വണ്ടി എടുത്ത് പോകാമെന്നുള്ളതൊരു ടാസ്ക്കാണ്. അവിടെ റിയാദിൽ ഉള്ളവർക്ക് അറിയായിരിക്കും. അവിടെ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര ക്രൗഡഡും ബാച്ചിലേഴ്സ് കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയ, പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ആ റെസ്റ്റോറൻറ്റുള്ളത്. അപ്പോൾ ഏട്ടന് ഈ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ ശിവനും കൂടി ടേസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ് നല്ല ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയതാണ്. അപ്പോൾ അങ്ങനെ തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ളൊരു മാർക്കറ്റ് സെൻറ്ററിൽ അവിടുത്തെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു ടാക്സി വിളിച്ചാണ് അങ്ങോട്ട് പോയത്. ടാക്സി പോലും ആ ഒരു ചെറിയൊരു റൗണ്ട് ചുറ്റാൻ വേണ്ടി അത്രയ്ക്ക് ടൈം എടുത്തു. വിശന്ന് അവിടെ എത്തിയപ്പോഴേക്ക് ഒരു ടൈം പോയി, ഏകദേശം 4 മണിയൊക്കെ ആവാറായിട്ടോ. എന്നിട്ട് ഞങ്ങൾ പോയപ്പോഴേക്ക് ഊണിൻ്റെ കുറേ ഐറ്റംസൊക്കെ തീർന്നു പോയായിരുന്നു. എല്ലാം ഒന്നും കിട്ടിയില്ല. പക്ഷേ ഏട്ടന് ഊണ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഏട്ടൻ ഊണെടുത്തു. ഞാനും ശിവും കൂടി ഞങ്ങൾ ഗീ റൈസും പിന്നെ ഒരു ചിക്കൻ്റെ കറിയും പിന്നെ ഫിഷ് ഫ്രൈ, അവിടെ മീൽസിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും ഉണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ അങ്ങനെ എടുത്തു. അപ്പോൾ ഈ കാണുന്നതാണ് പാരഗൺ റെസ്റ്റോറൻറ്റ്. ആക്ച്വലി അതിന് സ്റ്റാർട്ടിങ്ങിൽ ആ സ്ട്രീറ്റിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വേറൊരു പാരഗൺ ഉണ്ട് കേട്ടോ. അത് ഒറിജിനൽ അല്ല, അത് പിന്നെ തുടങ്ങിയതാണ്. അപ്പോൾ കുറച്ച് അകത്തോട്ട് പോയാലാണ് നമുക്ക് ഈ പാരഗൺ റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഇടുന്ന, പിന്നെ എനിക്ക് എടുത്ത് പറയണം എന്ന് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരുടെ സെർവ് ചെയ്ത ചേട്ടനൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും തന്നൊക്കെ. അപ്പോൾ ഏട്ടൻ ആസ് യൂഷ്വൽ ഇതാണ് ഊണെടുത്തത്. കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗീ റൈസും ഒരു ചിക്കൻ കറിയും എടുത്തു. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ, അപ്പോൾ അതതിൻ്റെ കൂടെ മറ്റേ നമ്മുടെ നെമ്മീൻ്റെ ഫ്രൈ എടുത്ത് ഐക്കോറയുടെ ഫ്രൈ. അപ്പോൾ ശിവട്ടന് കുറച്ച് ഒഴിച്ചു കൊടുക്കുമായിരുന്നു കറിയും ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ആ ഗീ റൈസും ആ കറിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നന്നായി വിശന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നല്ല വിശന്ന് ഏകദേശം 4 മണി ആവാറേ. അവിടെ ചായയുടെ ടൈമായി. ലാസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ചായയും കുടിച്ച് അവിടെ എല്ലാവരുടെയും പിന്നെ കായ്പോളയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഓർഡർ ചെയ്ത് അതും കൂടി കഴിച്ചിട്ടാണ് അവിടെ ഇറങ്ങിയത്. ബിക്കോസ് ഇനി ചായ കുടിക്കാൻ വേണ്ടി വേറെ സ്ഥലത്തോട്ട് പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് പോയോണ്ടാണോ എന്നറിയില്ല, വലിയ ക്രൗഡൊന്നും ഇല്ലായിരുന്നു. ഒരുവിധം എല്ലാ സീറ്റിങ്ങും കാലിയായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു മൊയ്റ്റോ ശിവുവിന് എവിടെ പോയാലും കുടിക്കണം. അപ്പോൾ അവന് വേണ്ടി ഓർഡർ ചെയ്താണ് ഈ വാട്ടർമെലൺ മൊയ്റ്റോ. ഞാനൊരു ലെമൺ ജ്യൂസ് പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, അതും കൂടി എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ആ ചേട്ടനോട് വിശേഷമൊക്കെ ചോദിച്ചു, എവിടെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകണമല്ലോ. അപ്പോൾ എനിക്കൊരു ചെറിയൊരു സാധനം മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീലും പറഞ്ഞില്ലേ, പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ എൻ്റെ പെർഫ്യൂം ഏകദേശം തീരാറായിട്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് മേടിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളവിടെ പോയപ്പോൾ ഞാൻ ഇവിടെ ഒരു ഊതിൻ്റെ ഒരു ഷോപ്പിൽ നിന്നാണ് മേടിക്കാറ്. അത് മേടിച്ചതിന് തുടങ്ങിയതിന് ശേഷം എനിക്കിങ്ങനെ നമ്മുടെ ഒറിജിനൽ ഭയങ്കര ഡെൻസ് സ്മെല്ല് ഇഷ്ടമല്ല. അപ്പം ആ ഷോപ്പ് അവിടെ ഇല്ലായിരുന്നു. പക്ഷേ വേറൊരു ഊതിൻ്റെ ഷോപ്പ് കിട്ടി. അപ്പോൾ ഒരു ഓഫറും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെർഫ്യൂമൊക്കെ മേടിച്ച്, അതായത് ആ പെർഫ്യൂം ഇട്ടാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒത്തിരി ടൈം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മൾ ഇട്ടിട്ട് പോകുമ്പം ഏതാണ് പെർഫ്യൂം. അതൊക്കെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ ചോദിക്കും ഏതാണ് പെർഫ്യൂം, ഇറ്റ് സ്മെൽസ് ഗുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതിനോട് കൂടുതലൊരു ഇതാവുമല്ലോ, നമ്മളെക്കാട്ടും കൂടുതൽ അപ്പുറത്തെ ആൾക്കാരാണല്ലോ അതിൻ്റെ സ്മെല്ല് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ അപ്പോൾ അത് ഉപയോഗിച്ച് ശീലിച്ചതിന് ശേഷം ഞാനും ഏട്ടനും നോർമൽ നമ്മുടെ അല്ലാത്തൊരു സ്പിരിറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള പെർഫ്യൂംസ് അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. കുറേ നേരം നിൽക്കുന്നൊക്കെ തോന്നും. അപ്പോൾ ഇതാണ് ആ പെർഫ്യൂം. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് പരിപാടി? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇനിയും ഇങ്ങനത്തെ കുറേ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.